Stars. സിനോവ് ചേച്ചി, ഒരിക്കലും ഇതേവരെ കാണാത്തൊരു സിനോവിനെ എന്ന് കണ്ടത്. എന്താ? ബിക്കോസ് ഭയങ്കര ഫീലായിരുന്നു സിനോവ് പാടിയന്. താങ്ക് യു ചേച്ചി. ഇറ്റ് വാസ് ഫ്രം ദ ഹാർട്ട്. ശരിക്കും താങ്ക് യു. ഈ പാട്ട് മുമ്പ് പരിചയമുള്ള സോങ് ആണോ? കേട്ടിട്ടുണ്ട്. ഇപ്പം ഇതിനു വേണ്ടി പഠിച്ച് പാടി. കാരണം ഈ പാട്ടിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഫീലാണ്, അതിൻ്റെ വരികളും അതിൻ്റെ കോമ്പോസിഷനും. ഇറ്റ് ടേക്സ് യു ടു അനദർ വേൾഡ് ശരിക്കും അല്ലേ. നല്ല സോങ് സെലക്ഷൻ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനോവിൻ്റെ പാട്ട്. ആൻഡ് യുവർ വോയിസ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഭയങ്കര പവർഫുൾ വോയിസ്. ദീപകേട്ടൻ ചിരിക്കുക ഞാനിങ്ങനെ സിനോവിനെ ഒരുപാട് പൊക്കുമ്പോൾ. വെറുതെ പൊക്കിയതല്ല കേട്ടോ, ശരിക്കും മനസ്സിൽ നിന്ന് പറഞ്ഞതാണ്. ഓക്കെ, എനിവേസ്, ഇപ്പം ഇതിലത്തെ പ്രശ്നങ്ങൾ നല്ല വശങ്ങളും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ജഡ്ജസ് പറയും. ചേച്ചി, സിനോവ് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് എന്ന് കാണിച്ചത് കേട്ടോ. താങ്ക് യു. എന്നുവെച്ചാൽ ഒന്നാമത് ദൈവം നല്ലൊരു ശബ്ദം തന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഇന്ന് നല്ലോണം ഇൻവോൾവ് ചെയ്ത് പാടി. സ്ഥലങ്ങൾ പോയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ചരണം 3 അനുപല്ലവി ഇത് വരുന്നില്ലേ, പൗർണമി ആ പോർഷൻ വരുന്നില്ലേ, അതിനകത്തേക്ക് ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നു പാടിയത്. എനിക്ക് സിനോവിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വിചാരിച്ച പോലെ പ്രാക്ടീസ് ചെയ്ത പോലെ പാടിയിട്ടില്ല എന്ന്. പക്ഷെ എന്നാലും ആകെ കൂടെ വളരെ നല്ലതായിരുന്നു. ശരിക്കും ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസിനേക്കാളും മേലേക്ക് പോയി കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഒരു സ്ഥലം എന്ന് പറഞ്ഞോട്ടെ, സെക്കൻഡ്. സ്മരണതൻ ഏതോ അതൊന്നും ഇപ്പൊ ഓർക്കസ്ട്ര ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ശ്രുതി മാത്രം കൊടുത്തൊന്ന് പാടി കേൾപ്പിക്കാമോ? തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ അതാണ്. അതൊന്നുകൂടെ ക്ലീൻ ആയിട്ട് പാടി. അതാണ് ഏതോ സ്മരണതൻ. ഇത് ഇതുപോലെ ഇപ്പൊ പാടിയ പോലെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും പറഞ്ഞത് അപ്പൊ തന്നെ റിപ്പീറ്റ് ചെയ്ത് പാടിയല്ലോ, എനിക്കിഷ്ടായി. സിനോവിന്റെ സിംഗിങ് വൈസ് സത്യത്തിൽ കുറച്ച് ഡെവലപ്മെന്റ്സ് കാണുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം. പക്ഷേ സിനോവിന്റെ വോയിസിന് അതിൻ്റെതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ വോയിസാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ നോക്കുന്നൊരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ സിനോവിന്റെ വോയിസ്. ഇത് സത്യത്തിൽ ഇനിയും കുറച്ച് നല്ലതാക്കാം. ഈ പാട്ട് സത്യത്തിൽ ഒരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പലയിടത്തും ഭയങ്കര വെപ്രാളമായിരുന്നു പാടുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ പോർഷനൊക്കെ വരുമ്പോഴും ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു സിനോവ് ടോട്ടലായിട്ട്. പക്ഷേ ഈ വോയിസിന് അതിൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇത് കുറേ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വോയിസാണ്. അപ്പോഴത്തേക്ക് ആ ഒരു പ്രിഫറൻസ് ടോട്ടലായിട്ട് നമ്മൾ ആ സോങ്ങിൻ്റെ ഔട്ട്ലുക്കിൽ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് എന്താണ്, അധികം പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കൂടുതലും ഭയങ്കര സ്പീഡായിരുന്നു പല സ്ഥലങ്ങളിലും. അങ്ങനെ ഒരു ടോട്ടലായിട്ടൊരു വെപ്രാളം ഫീൽ ചെയ്തത്. അതാണ് എനിക്ക് ബേസിക്കായിട്ട് തോന്നിയത്. പിന്നെ ഹയർ നോട്ട്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വോയിസ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു എന്താണ് ഏറ്റവും അൾട്ടിമേറ്റുള്ളൊരു സ്വഭാവം ഇനിയും കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്ക് ഇന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു സാർ. സിനോവിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ കണ്ടത്. കാരണം ഇങ്ങനത്തെ ഒരു സിനോവിനെ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു മാസത്തേക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയും ടൈം പിടിക്കും പഴയ സിനോവിനെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കാൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു കണ്ടസ്റ്റൻ്റ് മനസ്സ് വെച്ചാൽ അത് 1 മണിക്കൂറിൽ വേണമെങ്കിലും മാറാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് സിനോവ് ഇവിടെ കാണിച്ചത്. സിനോവിൻ്റെ പല ഏരിയയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പാട്ട് പാടുന്ന സമയത്ത് ഏത് പാട്ടും തുടക്കം എന്താണ്ടൊക്കെ പഠിച്ചു വരും, എവിടേക്കോ ഫീൽ ഉണ്ടാവും, പക്ഷെ മിക്കതും പ്രശ്നമായിരിക്കും എന്നുള്ളൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സിനോവിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ മോശമായിരുന്നു. എപ്പോഴും എക്സ്പ്രഷൻ ഭയങ്കര ഒരു സുഖമില്ലാത്ത എക്സ്പ്രഷനായിരുന്നു മുഖത്ത്. പിന്നെ സിനോവിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് സിനോവിൻ്റെ ഡ്രസ്സിങ് ഹൊറിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഒറ്റ പെർഫോമൻസിന് നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്ക് ഓരോന്നായിട്ട് ഓരോ പെർഫോമൻസിന് വെയിറ്റ് ചെയ്തില്ല. നല്ല സ്റ്റൈൽ ആൻഡ് ജെന്റിൽമാൻ ആയിട്ട് ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഉണ്ട് അടിച്ചു പൊളിച്ച് പാടുകയൊക്കെ.
അപ്പൊ ഇത് ഓരോന്നോരോന്നൊക്കെ മാറ്റുമ്പോഴേക്കും ഒരൊറ്റ പെർഫോമൻസിൽ എൻറ്റയർ പാക്കേജിങ് 100% സാറ്റിസ്ഫാക്ടറി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. Okay. അപ്പോൾ സിനോവ് ഹാപ്പി? ഐ എം ഹാപ്പി. Okay, let's find out your marks. ചേച്ചി, out of 40. 32. 32 out of 40. ജാസിയേട്ടാ? 23. 23 out of 30. ദീപകേട്ടാ? 25. 25 out of 30. സിനോവിന് യേശുദാസ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 80 മാർക്സ്. Megastar.